കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. കാറ്റുവന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെ ഓർത്തു പാടും പോലെ. കൊന്നുമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. നമസ്കാരം. ഗാനാമൃതം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു പുതിയ അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. സജി ഇവിടെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് അല്ലേ? സംഗീതം, ഡ്രോയിങ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, പിന്നെ വേറെ എന്തൊക്കെയാണ്? ഇത് ഇത്രയും എനിക്കറിയാം. ഡിസൈനറാണ്, ഗ്രാഫിക്സ്. ഓക്കെ, ഗ്രാഫിക് ഡിസൈനർ. പിന്നെ ആർട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പം നാടകത്തിൻ്റെ സെറ്റ് വർക്ക്. ഓക്കെ, ഇവിടെ ഒരുപാട് നാടകങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് അതൊക്കെ? ഇവിടെ ഇപ്പം UAE തന്നെ ഏറ്റവും വലിയൊരു നാടക കോമ്പറ്റീഷനാണ് ഭരത് മുരളി നാടകോത്സവം. അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഏതെങ്കിലും ഒരു നാടക ടീമിൽ നമ്മൾ ജോയിൻ ആവും. ഇപ്പം നാടകത്തിന് വേണ്ടതായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുകയാണ് നമ്മളൊരു ധർമ്മം. പിന്നെ പ്രോപ്പർട്ടീസ് അങ്ങനെയൊക്കെ. അപ്പോൾ ശരിക്കും നമ്മൾ നാട്ടിൽ മാത്രമാണല്ലോ ഈ നാടകം സജീവമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇവിടെയും അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഇവിടെയുള്ള മലയാളികൾക്ക് അത് ഭയങ്കര ഒരു നല്ലൊരു അനുഭവമല്ലേ? തീർച്ചയായും. അപ്പോൾ ഈ നാടകം കാണാൻ ഒത്തിരി ആൾക്കാർ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും. നാട്ടിലേനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇവിടെ നാടകം കാണാൻ ആൾക്കാരുണ്ട്, നാടകം ചെയ്യാൻ ആൾക്കാരുണ്ട്, അത് അഭിനയിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ തന്നെയാണല്ലോ അല്ലേ ഈ നാടകത്തിൽ അഭിനയിക്കുന്നതൊക്കെ? അതെ അതെ. അപ്പം ശരിക്കും നമ്മൾ നാട്ടിൽ ഒരു നാടകം കാണുന്ന അതേ ഒരു ഫീല് തന്നെയാണോ ഇവിടെയും? ആ ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? നാട്ടിലെ നാടകം എനിക്കറിയാം, നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഫീല് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും പറ്റുന്നുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റുകളായാലും അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയാലും എല്ലാം അതേ ഒരു കൊണ്ടുവരാൻ, അതേ രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സജി അതിൽ ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടീസും ബാക്കി അറേഞ്ച്മെന്റ്സും. പിന്നെ നാടകത്തിന്റെ സെറ്റ് ബാക്ക്, നമ്മൾ പശ്ചാത്തലം, രംഗസജ്ജീകരണം, അപ്പം അത് ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ എന്താ പറയുക, പ്രോപ്പർട്ടി ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ചില സംഭവങ്ങൾ നാട്ടിൽ കിട്ടുന്ന ഇപ്പം ഓല, ഒരു തെങ്ങോല കിട്ടണം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പറ്റുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാണുന്നവർക്കൊരു ഇത് തോന്നുമല്ലോ. അപ്പോൾ നമുക്കൊരു പാട്ടായല്ലോ? പാട്ടിലേക്ക് പോകാം. അപ്പോൾ ഒരു പാട്ടായി. ആകാശമാകെ കനിമലർ കതിരുമായി പുലരി പോൽ വരൂ, ആകാശമാകെ കനിമലർ കതിരുമായി പുലരി പോൽ വരൂ, പുതുമണ്ണിനു പൂവിനാ കുളിരായി വരൂ, ആകാശമാകെ. നല്ലൊരു പാട്ടല്ലേ? നല്ല രസമുള്ള എനർജിയിലൊരു പാട്ട്. അതെ അതെ. പിന്നെ നമുക്കതുപോലെ ഈ നാടകം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ മേക്കപ്പ് മാനായിട്ട് എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്?
മേക്കപ്പ് ഞാൻ ശരിക്കും ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ചെയ്യാറുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ കുട്ടികൾക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. കൂടെയുള്ള കുട്ടികൾക്ക് കുട്ടികൾക്ക് ചെയ്തിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റും അത് ഇൻട്രസ്റ്റ് സ്കൂൾ ആണോ? ഫെസ്റ്റും. അതിനോട് ഇൻട്രസ്റ്റ് ആണ്. അതെ. അപ്പോൾ അന്നേരം തന്നെ ആർട്ട് റിലേറ്റഡ് ആണല്ലോ എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് എൻ്റെ ഗുരുവായിട്ടുള്ള മുരളി മാഷ്, അപ്പം അദ്ദേഹമാണ് അതിലേക്ക് എത്തിച്ചത്. അപ്പം അതിനുള്ളൊരു വഴിയുണ്ടായത് എങ്ങനെയാണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ വിട്ട് കഴിഞ്ഞാലും കുറച്ച് കാലഘട്ടത്തിൽ അങ്ങനെ വലിയ ഇതായിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലും ചെറിയ ചെറിയതായിട്ടാണ്. പിന്നെ ഞാനിവിടെ വന്നപ്പോഴാണ് വീണ്ടും വന്നത്. അപ്പോൾ ഈ മേക്കപ്പ് ചെയ്തല്ലോ സജിക്ക് ഇങ്ങനെ മനസ്സിൽ ഇപ്പം നമുക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഈ മേക്കപ്പ് ചെയ്തതിൽ വെച്ചിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പിക്ചറൈസേഷൻ എന്താണ്? നമ്മളിപ്പോൾ മേക്ക് ഓവർ ചെയ്യേണ്ടത് ചിലത് എന്താ പറയുക, ഇപ്പോൾ ഒരു ആസിഡ് അറ്റാക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ. നമ്മളേത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മെറ്റീരിയലോ ഒന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. പക്ഷേ പെട്ടെന്നായിരിക്കും നമ്മളെടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ മെറ്റീരിയൽ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ അവിടെയുള്ള എന്തെങ്കിലും സാധനം ഒപ്പിച്ച് ചെയ്യും. അപ്പോൾ അതിന് തന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എന്ത് ചെയ്തപ്പോഴായിരുന്നു അത്? ഇതുപോലെ തന്നെ എന്തോ ഒരു ആക്സിഡൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ തകർന്നു പോയിട്ടില്ല. ആ ഫിഗർ ഉണ്ടാക്കാം. ഒരു ഭാഗം അങ്ങനെ തകർന്ന് കംപ്ലീറ്റ് ആയൊരു ഫിഗർ ഉണ്ടാക്കി മാറ്റണം. അപ്പം നമ്മൾ അതിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും മെറ്റീരിയൽ സംഘടിപ്പിച്ച് ചിലപ്പോൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ മറ്റേ റാപ്പ് ചെയ്യുന്ന സാധനങ്ങളോ പേപ്പറോ ഉപയോഗിച്ചിട്ട് അത് പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കി മാറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതൊരിക്കും. ശരി. അപ്പം അത് എപ്പോഴും മനസ്സിലിങ്ങനെ ഉണ്ടാവും. പിന്നെ ഇവിടെ നമ്മുടെ പ്രോഗ്രാംസിന് അങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യാൻ പോകാറുണ്ട്. ഇപ്പം ഡാൻസും എല്ലാം ക്ലാസിക്കൽ ഐറ്റംസ് എല്ലാം ചെയ്യാറുണ്ട്. അത് ശരിയാണ്. നമ്മളുടെ ടീം തന്നെ ഉണ്ട്. ഇതിനെ അങ്ങനെ വേറെ ഒരു ഗ്രൂപ്പായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടീമായിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ. നല്ല കാര്യം. അപ്പോൾ ഗായകനാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഡിസൈനറാണ്, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇനി? പിന്നെ അത്യാവശ്യം ഇങ്ങനെ പാടും. അത് ഒരു സകലകല വല്ലഭനാണ്. അപ്പം നമുക്ക് എന്നാൽ ഒരു പാട്ടും കൂടെ കേൾക്കാം. മോഹങ്ങൾ കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ, പറയാതെ കൊക്കി ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു, ഒരു തലം മാത്രം വിടന്നൊരു ചമ്പൈ മോളമായി എൻ്റെ മുന്നിൽ നിന്നു, തരളകോലങ്ങൾ നുള്ളി നോവിക്കാതെ തള്ളാതെ ഞാൻ നോക്കി നിന്നു, ഒരു തലം മാത്രം ഇടന്നൊരു ചമ്പൈ മോളമായി എൻ്റെ മുന്നിൽ നിന്നു. നന്നായി പാടി കേട്ടോ. അപ്പോൾ ഈ കലാരംഗത്ത് നിൽക്കുമ്പോൾ സജിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും ഒരുപാട് പേരെ കാണാനും ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഒരു ധന്യമുഹൂർത്തമായിട്ട് സജിയുടെ ലൈഫിൽ ഉണ്ടായ ഒരു മൊമെൻ്റ് ഏതാണ്? ഈ അടുത്തായിട്ട് ദിലീഷ് പോത്തനും അതുപോലെ സുരഭി ലക്ഷ്മിയും, അപ്പോൾ അവരുടെ കൂടെ ഒരു വർക്ക് ഇപ്പം അടുത്ത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ വലിയൊരു അനുഭവമാണ്. ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ കൂടുതൽ സജീവമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം വരികയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് കോർഡിനേഷനും സജിക്ക് ചെയ്യാൻ പറ്റും, കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും? നമ്മൾക്ക് ഇപ്പം നാടകമാണെങ്കിലും ഒരു സിനിമയാണെങ്കിലും ഡയറക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും
അതിൽ നമ്മുടെ മനസ്സിലും ഒരു സന്തോഷം കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതിലിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു നാടകത്തിൽ കഴിഞ്ഞ വർഷം നാടകത്തിൽ കല്ല് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വെട്ടുകല്ലുണ്ട്. അപ്പോൾ അത് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പലതും നമ്മൾ സെർച്ച് ചെയ്തു. അപ്പോൾ ഡയറക്ടർ പറയുന്നത് കല്ല് പോലെയല്ല, കല്ല് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കും എന്നുള്ളൊരു, പ്രത്യേകിച്ച് ഇവിടെ പ്രശ്നമില്ല. അപ്പോൾ സ്റ്റേജിൽ വെട്ടുകല്ല് വേണം. അങ്ങനെയാണ് ഒരു 3-4 മെറ്റീരിയൽസ് അന്വേഷിച്ചു, കിട്ടിയില്ല. ലാസ്റ്റാണ് ഒരു പീസ് സാധനം കിട്ടുന്നത്. ഈ ഒരു ഫോം, നമ്മളെ PF പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതിലങ്ങ് ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ട് പക്ക കറക്റ്റ് കല്ലല്ല എന്ന് ആരും പറയില്ല. അപ്പോൾ ഞാൻ ചെയ്ത് വെച്ച് എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ ഫുള്ള് ചെയ്ത് വെച്ചു. ഫസ്റ്റ് എല്ലാം കട്ട് ചെയ്തു, ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ ഒരാൾ വന്നിട്ട് എൻ്റെ കാലിലേക്ക് വീണിട്ട് നമസ്കരിച്ചിട്ടുള്ളൊരു രംഗമുണ്ട്. അതെനിക്ക് ഭയങ്കര അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഒറിജിനാലിറ്റി. അത് അങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. അതിന് ഒരാൾ വന്ന് ഇങ്ങനെ നമ്മൾ ചെയ്ത ഒരു വർക്കിന് അത് ഭയങ്കര ഒരു ഫീലാണ്. അതെ തീർച്ചയായിട്ടും. അല്ല, വേറൊരു കാര്യമുണ്ട് സജി, നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്കിനോട് എത്ര ഡെഡിക്കേഷൻ നമ്മൾ കൊടുക്കുന്നോ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ വേറെയുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ദേഹരാ ഡയറീസ് എന്നുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിജയ് വിശ്വാസ്, നജീം അർഷാദ്, അതുപോലെ തന്നെ ഷിബു സുകുമാരൻ, ഇവരൊക്കെയുള്ള കൂടെ എൻ്റെ പേരും വരാനുള്ള ഒരു അവസരം. സജിയുടെ പേരും ആ ലിസ്റ്റിൽ വന്നു എന്നുള്ളതാണല്ലേ. അപ്പോൾ സജി ഈ നാടകത്തിലൊക്കെ ഇങ്ങനെ സജീവമായിട്ടൊക്കെ നിൽക്കുമല്ലേ. അപ്പോൾ നാടകഗാനങ്ങൾ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു നാടകഗാനം പാടിയല്ലോ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. വെരി ഗുഡ്. ഒരു പാട്ടും കൂടെ, നാടകഗാനങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ ഒരു രസമല്ലേ. ഒന്നുകൂടെ ഒന്ന് പാടി തുടങ്ങാമോ? മധുരയ്ക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരയ്ക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. അപ്പോൾ മധുരിക്കുന്ന ഓർമ്മകളിലേക്ക് നമ്മളെ നാടകഗാനങ്ങളിലൂടെ കൊണ്ടുപോയി അല്ലേ. അപ്പോൾ നമുക്കിന്ന് നാടകഗാനങ്ങളെല്ലാം പാടി ആ ഒരു മൂഡിലിരിക്കുകയാണ്. പക്ഷേ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നില്ല, ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കാൻ തോന്നുക നാടകഗാനങ്ങൾ. എന്തായാലും നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്തല്ലേ പറ്റുള്ളൂ, നമുക്ക് ടൈമായി. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ നമസ്കാരം. അടുത്ത ഒരു അതിഥിയുമായി വീണ്ടും ഗാനാമൃതത്തിലേക്ക് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.